പ്രൈസ് ദി ലോർഡ്. ജീവി ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ അല്പമായ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും അത് സഹിച്ചും നമ്മുടെ സഹോദരങ്ങൾ കഴിയുന്നിടത്തോളം സമയങ്ങൾ അത് കാണുകയും ഒത്തിരി അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊരു ഇനിഷ്യൽ സെറ്റപ്പുകളായതുകൊണ്ട് അതിൻ്റേതായ പ്രവൃത്തി പരിചയത്തിൻ്റെ കുറവുകളുണ്ട്. അത് ഓരോ ദിവസം കഴിയും തോറും ശരിയായി വരും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചത് തെറ്റിദ്ധാരണകൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതിൽ ഇന്നലെ ജോയൽ ചോദിച്ചത് കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങി. അവസാനം ഒരു മനുഷ്യൻ്റെ പെർസെപ്ഷൻ എങ്ങനെ തെറ്റാകാം എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചാണ് അവസാനിപ്പിച്ചത്. അവസാനം ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുമാരുടെ ഇടയിൽ ഒരു കൊച്ചു പെൺകുട്ടി ആപ്പിൾ കഴിക്കുന്ന ഒരു സംഭവം പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഈ ആഴ്ച മൊത്തം തെറ്റിദ്ധാരണകളെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെറ്റിദ്ധാരണകളുടെ ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും തുടരാം. ഇന്ന് നമ്മുടെ കൂടെ കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ, അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. ജോയൽ ഇന്നലെ ഉണ്ടായിരുന്നു, സൈബർ സെക്യൂരിറ്റിയാണ്. ജോയലിനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഞങ്ങൾക്ക് പുതുമുഖമാണ്, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മോബി. ഞാൻ ഓസ്ട്രേലിയയിലെ ക്യാൻബറയിലാണ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ജീവിക്കുന്നത്. ഞാൻ ഒരു UK അയർലൻഡ് ബേസ്ഡ് കമ്പനിയുടെ IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജറായിട്ട് ഓസ്ട്രേലിയയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ പ്രൊഫൈൽ. മോബി, ഫുൾ നെയിം എന്താ? മോബി തോമസ്. മോബി തോമസ്. നാട്ടിലെവിടെ സ്വദേശം? നാട്ടിൽ മാവേലിക്കര. മാവേലിക്കരയിൽ സ്വദേശിയായി കുറേ നാൾ അയർലൻഡിലായിരുന്നു അല്ലേ? ഒരു 18 വർഷത്തോളം അയർലൻഡിലായിരുന്നു. ചെറുപ്പക്കാരനാണപ്പോൾ. 18 വർഷം അയർലൻഡിലായിരുന്നു. ഇപ്പോൾ കുറച്ച് എത്ര നാളായി ഓസ്ട്രേലിയയിൽ വന്നിട്ട് 2 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ. ക്യാൻബറ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ്. അതെ. തലസ്ഥാനത്ത് താമസിച്ചുകൊണ്ട് അവിടുത്തെ സഭയിൽ ആരാധിച്ച് അപ്പോൾ തന്നെ IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. ഞങ്ങൾക്ക് IT കാരെയാണ് ആവശ്യം. ഓക്കെ, ഇന്ന് നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ പ്രിയ അച്ഛനുണ്ട്. വൈഫും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും ക്യാമറയുടെ പുറകിൽ മോബിച്ചാൻ്റെ മകൻ സ്റ്റീവാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു ഒന്നര ആഴ്ചയായി കാണും. ഇത് 9ാമത്തെ എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധാരണ ഞങ്ങൾ പാസ്റ്റർമാർ സംസാരിക്കുന്ന സംസാര രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ കാഷ്വലായി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനമാണ് ജീവി ടോക്സ്. വലിയ അർത്ഥങ്ങളൊന്നുമില്ല, ഗ്ലാഡ്സൺ വർഗീസ് സംസാരിക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം പ്രധാനമായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് തെറ്റിദ്ധാരണകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ചിന്തകളിലേക്ക് നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. ഓക്കെ, ഞാൻ ആ ക്യാമറയിലൂടെ നോക്കി അവരെ ഒന്ന് വിഷ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇതിന് തെറ്റിദ്ധാരണകൾ. മോബിച്ചാൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അകത്തൊരു സ്ഥാനമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വളരെ പേഴ്സണലായിട്ടൊരു വാക്ക് ചോദിച്ചാൽ, എന്താണെന്ന് പറഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മളെ പലരും തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മനുഷ്യനാണല്ലോ. തിരിച്ചൊരു ചോദ്യം, ഞാൻ ആരെയെങ്കിലും തെറ്റിദ്ധരിച്ചു പോയി ഒരാളെ എന്നൊരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന വ്യക്തിയെ, അയ്യോ ഞാൻ ധരിച്ച പോലെ അല്ലല്ലോ പുള്ളി. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾക്ക് ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഈ തെറ്റിദ്ധാരണകളെന്ന് പറയുന്നത് മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് നയിക്കുമെന്നും, മിസ്കമ്മ്യൂണിക്കേഷൻ എങ്ങോട്ട് നയിക്കും?
ജോയല്ലേ, ബ്രേക്കപ്സിലേക്ക് കൊണ്ടുവരും. ആ ബന്ധം അങ്ങ് മുറിയാൻ ചാൻസ് കാരണമാകും എന്ന ഭാഗമാണ് ഞങ്ങൾ സംസാരിച്ച് വെച്ചത്. ജോയൽ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല, ജോയലിന് ബ്രേക്കപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജോയൽ അതിനെക്കുറിച്ച് വലിയ എന്താ ജോയല്, എന്നെ കണ്ടാൽ കോഴിയെ കട്ടവനാണോ എന്ന് തോന്നുന്ന ഒരു ഫീൽ ഇരിക്കുന്നേ. കർത്താവാണ് കേൾക്കട്ടെ. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമായിരുന്നു. ഇത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാം. അപ്പം തെറ്റിദ്ധാരണയെക്കുറിച്ച് എന്താ മോബിജാൻ്റെ മനസ്സിൽ പറയാനോ ചോദിക്കാനോ ഉള്ളത്? നമ്മളിപ്പം ഇന്നലെ നിങ്ങൾ സംസാരിച്ച ടോപ്പിക്ക് തെറ്റിദ്ധാരണകളുടെ ഏത് ആംഗിളിലാണ് നിങ്ങൾ ഇന്നലെ സംസാരിച്ചത്? ഞാൻ ആ വീഡിയോ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചത്, കേൾക്കുന്നവർക്കത് റിപ്പറ്റീഷൻ ആണെങ്കിലും പെട്ടെന്ന് പറയാം. ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുമാരിങ്ങനെ ഒരു പാർക്കിലിരിക്കുക. പെട്ടെന്ന് അവരിങ്ങനെ അവിടെ പോകുന്ന ഓരോ ആൾക്കാരുടെ മുഖത്ത് നോക്കി അവരുടെ സ്വഭാവത്തെ എന്ത് ചെയ്യുക, ഇവൻ ചൂടനാണ്, അവൻ ജീവിതത്തിൽ വെച്ച് പിടിക്കാത്തവനാണ്, ഇങ്ങനെ ഓർത്ത് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് രണ്ട് ആപ്പിളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആപ്പിൾ കടിച്ചു തിന്നു. അമ്മ പറഞ്ഞു, മോളെ ഒരാപ്പിളും അമ്മിക്കതാ. പെട്ടെന്ന് ഈ കൊച്ചു ചാടി മറ്റേ ആപ്പിളും കടിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഉണ്ടോ ചെറിയ പ്രായത്തിലെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഇല്ല, സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉടനെ പെട്ടെന്ന് ആ കുഞ്ഞ് രണ്ടാമത്തെ ആപ്പിൾ എടുത്തിട്ട് പറഞ്ഞു, മമ്മി ദിസ് ഈസ് മോർ സ്വീറ്റർ ദാൻ ദിസ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ നല്ല ആപ്പിൾ മമ്മിക്ക് കൊടുത്തു. ഒന്നും കൊടുക്കുന്നവളല്ലെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ സത്യത്തിൽ എന്ത് കൊടുത്താലും നല്ലതുപോലെ കൊടുക്കുന്നതായിരിക്കണമെന്ന് ആഗ്രഹിച്ച ബെസ്റ്റ് കൊടുക്കണമെന്ന് ബെസ്റ്റ്. അപ്പോൾ അതാണ് തെറ്റിദ്ധാരണയുടെ ഒരു എക്സ്ട്രീമായിട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങി അവിടെ നിർത്തിയത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാരണം കൾച്ചറൽ ഡിഫറൻസ് വസ്ത്രവിധാനത്തിലൊക്കെ ഉണ്ടാകുന്ന. ഇപ്പം നാട്ടിൽ നിന്ന് വന്ന ഇപ്പം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവധിക്ക് നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ ഡിഫറൻസ്, അതിങ്ങനെ സഭകളിലും ഉണ്ടോ എന്ന രീതിയിലേക്ക് ചോദിച്ചു വെച്ച് ഞങ്ങൾ ചർച്ചിൻ്റെ അകത്ത് കയറിയില്ല. എന്തോ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും ജോലി ചർച്ചിൻ്റെ അകത്തോട്ട് കയറിയില്ല. എന്നെ പുറത്ത് കൊണ്ടുവന്ന് ഈ സാധനം നിർത്തിയേക്കുക, വേണേ അച്ഛൻ ചർച്ചിൻ്റെ അകത്ത് കയറാം. ഓക്കെ, അത് ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ പാസ്റ്റർ ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചിലേക്ക് ചർച്ചിലോട്ട് കയറുക. എൻ്റെ കർത്താവേ, ചർച്ചിനകത്തും തെറ്റിദ്ധാരണകളുണ്ട്. നമ്മളില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുവാണ്. അപ്പം ആ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിക്കുന്നത് ഒരു വിശ്വാസി പാസ്റ്റർ അല്ലെങ്കിൽ പാസ്റ്റർ വിശ്വാസി ലെവലിൽ ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണ. നമ്മൾ തമ്മിൽ ടഗ് ഓഫ് ആറാത്തില്ലല്ലോ അല്ലേ? ഇല്ല. പാസ്റ്റർ വിശ്വാസി അല്ലെങ്കിൽ തിരിച്ചും വിശ്വാസി പാസ്റ്റർ, ആ ഒരു റിലേഷനിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ദർ ആർ ചാൻസസ്. സോ ആ വിഷയം നമ്മൾ ഒന്ന് സംസാരിച്ചാൽ നമ്മുടെ സംസാരങ്ങൾ മൂലം ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഒഴിവായി പോകുന്നെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡാണല്ലോ. അതിനൊരു പർട്ടിക്കുലറായിട്ടൊരു ഉദാഹരണം പറയാൻ പറ്റും. സാധാരണ വിശ്വാസികളും പാസ്റ്ററുകൾക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണ എന്താ? ചിലപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ മൊയ്ബർ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ ഒരു പാസ്റ്ററിൽ നിന്നുണ്ടാകാൻ പറ്റുന്ന തെറ്റിദ്ധാരണ, എന്നെ പാസ്റ്റർ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് തോന്നാൻ സാധ്യതയുള്ള ചിന്ത ഒരു പക്ഷേ മനസ്സിൽ കാണാം. ഒരു പാസ്റ്റർ എന്നുള്ള ഞാൻ ചിന്തിക്കുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഇങ്ങേ ഭാഗം എന്താണെന്ന് എനിക്കറിയായിരിക്കാം. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർമാരും വിശ്വാസികളും അത് കാണുമ്പോൾ ഒരു പക്ഷേ അവർക്കതൊരു ഐ ഓപ്പണർ ആകുമെങ്കിൽ. ഒരു ഉദാഹരണം എന്തെങ്കിലും ഒന്ന് ഞാൻ മുമ്പേ പാസ്റ്റർ നമ്മുടെ മുമ്പേ പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ കുഞ്ഞ് ബെസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചു. അപ്പം ഒരു പാസ്റ്റർ ആയാലും വിശ്വാസിയായാലും നമ്മുടെ ബെസ്റ്റ് ദൈവസന്നിധിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട്. അപ്പം ഞാനൊരു വിശ്വാസിയുടെ ആംഗിളിൽ നിന്ന് നമ്മുടെ സഭ ഒരു സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സഭയിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് വരണം
എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ആഗ്രഹിച്ചുകൊണ്ട് Yeah. ഒരു സജഷൻ ഉം. പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റോട് സജഷൻ പറയുന്നു. ഒരു പക്ഷേ പാസ്റ്റർ അത് ഞാൻ ഈ പറഞ്ഞ സജഷൻ തെറ്റിദ്ധരിച്ച് ഉം. എന്നെ പാസ്റ്റർ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസ് ഇല്ലേ? ഈ സജഷൻ തെറ്റിദ്ധരിച്ചത് ഉദ്ദേശിക്കുന്നത് എന്നെ ഓവർടേക്ക് ചെയ്യാനാണോ? അത് ഏത് രീതിയിലുമാകാം. അല്ല, എന്നെ mislead ഓവർടേക്ക് ചെയ്യാനാണോ? ചെയ്യാനാകാം, അല്ലെങ്കിൽ ഈ വിശ്വാസി അതായത് സജഷൻ പറയുന്ന ആൾ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആണോ എന്നുള്ള ചിന്തയിലോ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ പാസ്റ്റർമാരുടെ ഇടയിൽ പാസ്റ്റർമാർക്ക് വരാനുള്ള ചാൻസസ് ഇല്ലേ? ഞാനൊരു ഉദാഹരണം ചോദിക്കാം, ഇതാണോ ഉദ്ദേശിച്ചത് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പം ഒരു സഹോദരൻ ചെന്ന് വിശ്വാസിയോട് പറയും, നമുക്കൊരു എന്താ പറഞ്ഞ ഒരു കൺവെൻഷൻ നടത്താം, പെട്ടെന്ന് ഒരു ദിവസം പറയും ഒരു കൺവെൻഷൻ നടത്താം. അപ്പം സഹോദരൻ പാസ്റ്ററോട് പറയുക നമുക്ക് കൺവെൻഷൻ നടത്താം. ഇവിടെ രണ്ട് തരത്തിൽ ചിന്ത വരാം. ഇവിടെ ഞാൻ ഇത് പറയണ്ട, പക്ഷേ എനിക്ക് പറയുന്നതിന് മുമ്പ് അവൻ കയറി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറയാത്തത് കൊണ്ട് അതിപ്പോൾ നടക്കണ്ട. കാരണം എന്നെ എന്തുവാ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒന്ന്. രണ്ട്, അല്ലെ ആ കൺവെൻഷൻ്റെ അകത്ത് ചിലപ്പം ഈ പറയുന്ന ആൾ പാട്ടുകാരനായിരിക്കും. ഈ സത്യം പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്നത് പാസ്നേജിലാണ്. എനിക്ക് ദൈവകൃപ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്, വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയാലും മിക്കവാറും ഈ പ്രാസംഗികർക്കും പാട്ടുകാർക്കും ഇടയിൽ ഒരു ചെറിയ ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത് ആത്മീയതയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഇപ്പം ഉണ്ട്. അപ്പം അതിന് മെയിൻ കാരണം രണ്ടാമത് പ്രസംഗം വരുന്നുണ്ട്. മിക്കവാറും വർഷിപ്പ് ആദ്യമായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ 7:30 പ്രസംഗം തുടങ്ങണം, 7:15 വരെ ആയിരിക്കും പാട്ടിന് അവസരം കൊടുത്തേക്കുന്നത്. ഈ പാട്ടിൻ്റെ അവസാന സമയമാകുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ ദൈവസാന്നിധ്യമൊക്കെ വെളിപ്പെട്ട് ഇനിയും ഈ 7:15 പാട്ട് നിർത്തിയതിന് ശേഷം നമുക്കൊരു വാലൻ്റ് ഉണ്ടല്ലോ, സ്ലോ ആയിട്ട് വന്നിട്ട് പിന്നെ അവസാനം ഒരു സ്ലോ സോങ് ഒക്കെ എടുത്ത് പാടത്തില്ലേ, അതാ ശുശ്രൂഷ മനോഹരമാകാൻ വേണ്ടിയാണ്, അത് വേറെ കാര്യം. പക്ഷെ അപ്പോൾ അവിടെ നമ്മുടെ ഒരു 10 മിനിറ്റ് പോയി, അല്ലെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് പോയി, അത് ഒന്ന് കാണാറുണ്ട്. ഇനി ചർച്ചകളുടെ പ്രശ്നങ്ങൾ എടുത്ത് നോക്കിയാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ, ഇത് വൈറലാകുമെന്ന് എനിക്കറിയത്തില്ല, കുറേയൊക്കെ പ്രശ്നങ്ങൾ എറൈസ് ചെയ്യുന്നത് ഈ മ്യൂസിക് ടീമുമായിട്ടും വർഷിപ്പ് ടീമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ചർച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ 15-20 പേരോ പാടാനുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു ഈ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി താമസിക്കുന്നിടത്തെല്ലാം റോട്ടയാണ്. ഈ ആഴ്ചയ്ക്ക് 4 പേര്, അടുത്ത ആഴ്ച അടുത്ത 4 പേര്. അതുകൊണ്ട് ഇനി അവിടെ പ്രശ്നം കാണത്തില്ല. ഇനി അതോ ഇനിയും ഈ 4 രാത്രി 4 പേര് ആരൊക്കെയാണ് വരേണ്ട കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. ഓക്കെ, നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയല്ല. നമ്മുടെ ആകെ നമുക്ക് 4 പേര് വർഷിപ്പ് ടീമുള്ളവർ നമുക്ക് കയറി പാടുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം പാട്ടുകാരനാണ് ഈ പരാതി പറയുന്നതെങ്കിൽ അവന് സ്റ്റേജിൽ കയറി ഷൈൻ ചെയ്യാൻ വേണ്ടിയാണോ അവനിത് കൊണ്ടുവന്നതെന്നൊരു ചിന്ത വരാം. ഇത് രണ്ടും ആയിരിക്കുമല്ലോ അച്ഛാ ഉദ്ദേശിച്ചത്, അല്ലേ? അല്ല, ഞാൻ പാട്ടുകാരുടെ ബേസിലല്ല, ഞാൻ ഉദ്ദേശിച്ചത് പാട്ടുകാരനത്. ഈ രണ്ടല്ലാതെ വേറെ എന്തെങ്കിലും ഈ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഇല്ല. ഈ സജഷൻസ് ഇങ്ങനെയുള്ള സഭയുടെ ആത്മീയ വർധനവിന് ഉതകുന്ന സജഷൻസ് ആയിരിക്കും. ആ ഒരു പോസിറ്റീവ് ആംഗിളിൽ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നെഗറ്റീവ് ഒരു കാര്യം പറഞ്ഞിട്ട് പാസ്റ്റർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ തർജ്ജനം ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അതാണ് ഒരു സഭയുടെ. മനസ്സിലായി. ഞാനതൊരു പാസ്റ്റർമാരുടെ ചിന്തയും കൂടെ പറയാം, എന്നിട്ട് നമുക്കൊരു കോമൺ സൊല്യൂഷനിലെത്താം. ഈ പറഞ്ഞ വിഷയത്തിനകത്തെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിൽ ആര് വലുതെന്നുള്ളതാണ്, അല്ലേ? ഒന്നോർത്ത് നോക്കിക്കേ, ഈ സീനിയർ മാനേജർ അസിസ്റ്റൻറ്റ് മാനേജറിനോട് പറയുമ്പോൾ ഈ പ്രശ്നമില്ല. അസിസ്റ്റൻറ്റ് മാനേജർ സീനിയർ മാനേജറിനോട് പറയുമെന്ന് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം. അതിൻ്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പാസ്റ്റർ പറയുന്നത് എല്ലാം വിശ്വാസം കേൾക്കുന്നില്ലേ? ഇന്ന് കോട്ടയം മീറ്റിംഗ് വേണം, ഇന്ന് വരെ ഞാനാണ് പറയേണ്ടത്, പാസ്റ്റർ പറഞ്ഞത് എന്നാലും ചോദിക്കാറുണ്ടോ? ഇല്ല. തിരിച്ചു പറയുമ്പം ഞാൻ ആ വിശ്വാസിയേക്കാൾ മേളിലാണെന്നൊരു ചിന്ത വരുമ്പോഴാണ് ഈ മുറിവേൽക്കൽ ഉണ്ടാകുന്നത്. ആര് വലുതെന്നുള്ളതാണ് വിഷയം. അത് ചർച്ച മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ എല്ലായിടത്തും ഈഗോ വർക്കൗട്ട് ആവുന്ന എവിടാ? എനിക്കൊരിക്കലും നരേന്ദ്രമോദിയുടെ ഈഗോ ഇല്ലല്ലോ.
ഉണ്ടോ? നമുക്ക് ഈഗോ വർക്കൗട്ട് ആകുന്ന എവിടാ? നമ്മുടെ ലെവലിലുള്ള സെയിം ലെവലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റോ അല്ലേ? ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ ബൈബിളിൽ ഇത് ആദ്യം തൊട്ടേ ഉണ്ട്. ഇത് പൊള്ളിക്കാൻ വേണ്ടി തന്നെ യേശുവിന് കാല് കഴുകേണ്ടി വന്നു. ഈ ഒരു കാഴ്ചപ്പാട് പൊളിക്കാൻ യേശുവിന് എന്ത് ചെയ്യേണ്ടി വന്നു? കാല് പിടിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ ശരിയല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ. കാരണം ഇവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ഈഗോ ക്ലാഷ് ഉണ്ടാകും. നമ്മിൽ ആര് വലുതാണ്. ഈ പത്രോസിൻ്റെ ഇടയ്ക്ക് കാല് കഴുകാൻ വന്നപ്പം പത്രോസ് കാലെടുത്ത് മേളി വെച്ചെന്താ, എൻ്റെ കാല് നീ എന്ത് ചെയ്യണ്ട, കഴുകണ്ട. അങ്ങനെ കഴുകാതിരുന്നെന്നിരിക്കട്ടെ, അടുത്ത ദിവസങ്ങളിൽ ബാൻഡറി വരുന്നത് എന്തായിരിക്കും? യേശു കാല് കഴുകാത്ത ഒരു മനുഷ്യൻ, അവനെ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ കഴുകിയാലേ ഈ ഞാനുമായിട്ട് എന്തുള്ളൂ, ബന്ധമുള്ളൂ. ഉടനെ ഇവൻ പറഞ്ഞ അടുത്ത സാധനം എന്താ അറിയും? എന്നാൽ മുഴുവൻ കഴിയും. എന്താ എന്നെ കുളിപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴും അടുത്ത പോർഷനിൽ എന്താ വരാൻ പോന്നെ? എല്ലാവരുടെയും കാല് മാത്രം കഴിയുമ്പോൾ. അപ്പോൾ ഈ വലുതാരെന്നൊരു കോണ്ടെക്സ്റ്റ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ യേശു അതിനെ പൊളിക്കുമായിരുന്നു. യേശു അതിനെ പൊളിക്കുമായിരുന്നു. സോ ആര് ശരിയെന്നുള്ളതല്ല കാര്യം, എന്ത് ശരിയെന്നുള്ളതാണ് കാര്യം. അത് നമ്മുടെ ചർച്ചിലെ ഒരു കൊച്ചു കുട്ടി പറഞ്ഞാലും, ചർച്ചിൻ്റെ സീനിയർ ബിഷപ്പ് പറഞ്ഞാലും, ആ പറഞ്ഞ കാര്യത്തിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞ കാര്യം വിശേഷ പ്രവർത്തനമാണെങ്കിൽ അതുകൊണ്ട് രാജ്യത്തിനും സഭയ്ക്കും ജനങ്ങൾക്കും ഗുണമുണ്ടാകുമെങ്കിൽ അത് ഇന്ന വ്യക്തി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എൻ്റെ ഈഗോ മുറിയേണ്ട ആവശ്യമില്ല. അപ്പം മോബി പറഞ്ഞിട്ട് അല്പം സന്തോഷമായേ. ഇനി ഞങ്ങൾ പാസ്റ്റർമാരുടെ പ്രശ്നം കൂടെ പറയാം. അതുകൂടെ ഞാൻ പറയണമല്ലോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് കാണിച്ചിരിക്കട്ടെ, എപ്പോഴും ദൈവിക പദ്ധതികൾ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നിടത്തെല്ലാം ആ പദ്ധതികളുടെ കൂടെ നിൽക്കുന്നത് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷം? അല്ലേ? ചിലപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു നിയോഗം ദൈവം കൈമാറുന്നത് ഒരാളോടായിരിക്കും. നല്ല ഇൻറ്റൻഷന് പറഞ്ഞൊരു കാര്യം അതിനെ ഓപ്പോസിറ്റായിട്ട് പാസ്റ്റർ പ്രതികരിക്കുന്നു എന്നിരിക്കട്ടെ. നല്ല ഇൻറ്റൻഷനിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓപ്പോസിറ്റായിട്ട് പ്രതികരിക്കുന്നിരിക്കട്ടെ. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചത്. ഇനി ആ പ്രതികരിക്കാൻ ഉണ്ടാകാവുന്ന കാരണങ്ങളിൽ ഒരു കാരണം ഞാൻ പറയാം. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും അധികം കരുതിയവരിൽ ഒരാളായിരുന്നു ശിമോൻ പത്രോസ്. പുള്ളി നിസ്സാരക്കാരനാണോ? അല്ല, ഒരിക്കലുമല്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാൻ തയ്യാറായ മനുഷ്യനാണ്. പത്രോസിൻ്റെ ഇന്നലെ ലേറ്റായിട്ടാണ് തോന്നുന്നു മീറ്റിംഗ് വന്നല്ലേ? അതെ. പത്രോസ് ലീഹയുടെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല. പത്രോസ് ലീഹയുടെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് തലകീഴായി ക്രൂശിക്കണമെന്ന്. ഒരു ഇൻവേർട്ടഡ് ക്രോസിലാണ് ക്രൂശിക്കപ്പെടുന്നത്. കാരണം എൻ്റെ അവസാന ശ്വാസം വരെ എനിക്ക് അരുമനാഥൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അത്ര നല്ല മനുഷ്യനാണ്. പക്ഷേ ഇനിയും ബാക്കിയുള്ള ആൾക്കാരെക്കാളൊക്കെ വെളിപ്പാടുള്ളവനുമായിരുന്നു. ആര്? പത്രോസ്. ഈ ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് പറയുന്നത്? എന്തെല്ലാം പേര് പറഞ്ഞെന്നറിയാം? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു പോലും ഈ പേരെല്ലാം അങ്ങോട്ട് ഞെട്ടിക്കണം. ഇത്രയും പേരുണ്ടോയെന്ന് യേശു ചിന്തിച്ചാണ്. പക്ഷേ അവസാനം യേശു പറഞ്ഞു, നിർത്ത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഉടനെ എല്ലാവരും മിണ്ടതായിരുന്നു. പത്രോസിലേക്കാണ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. സംഭവിച്ചത് എന്തെന്നറിയാമോ? യേശു അവനെ പബ്ലിക്കലി അംഗീകരിച്ചു. ബെർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് എന്ത് ചെയ്തത് പറഞ്ഞു തന്നത്, പകരം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്.
പബ്ലിക്കലി എന്ത് ചെയ്തു? പത്രോസിനെ യേശു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തമിഴ് പാരാട്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? പ്രശംസിച്ചു. ആരെ? പത്രോസിനെ. അടുത്ത മൊമെൻറ്റിൽ കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ എന്നെ പ്രശംസിക്കുന്ന ഒരാൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കണ്ടേ? തീർച്ചയായിട്ടും വേണമുണ്ടായോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കണ്ടേ? അപ്പോൾ അങ്ങനെ യേശുവിനെ മനസ്സിൽ കണ്ട് പത്രോസ് എനിക്കിങ്ങനെ ഒരാളുണ്ടല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയാ, ഞാൻ പിടിക്കപ്പെടാൻ പോവുക, എന്നെ അവരടിക്കും, ഞാൻ മരിക്കപ്പെടും, ക്രൂശിക്കപ്പെടും. സത്യം പറഞ്ഞാൽ തൻ്റെ അരുമനാഥനായ ദൈവം യേശുക്രിസ്തു മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്ക് പറ്റില്ല. വേറെ ഒരാൾ പോലും മിണ്ടാതിരുന്നപ്പോൾ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് പത്രോസ്. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ സെൻറ്റിമെൻ്റലി ഞാൻ പറഞ്ഞ വാക്ക് ശരിയെന്ന് എനിക്കറിയത്തില്ല, അല്പം വീക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി കൂടുതലൊന്നും ആലോചിക്കത്തില്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി എന്ത് ചെയ്യും? പറയും അല്ലേ? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരാളാണ്. ആര്? അത് പോളിഷ് ചെയ്യണമെന്ന് അറിയാവുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പം പുള്ളി ഉടനെ യേശുവിനെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, നിനക്കങ്ങനെ ഭവിക്കരുത്. സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തു ഞാനാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് വൈസ് പ്രസിഡൻ്റ് ആക്കും. കാരണം നമ്മളിൽ ആരാ വലിയവനെന്ന് സംസാരമുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ പോവാന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരാൻ യോഗ്യനാണ്. കാരണം താക്കോല് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലാണ് താക്കോൽ കൈ കൊടുത്ത്, സ്വകാര്യത്തിൻ്റെ താക്കോൽ. അടുത്ത സ്ഥാനം ആർക്കാ? ഈ കസാര ഒഴിഞ്ഞിട്ടുണ്ടല്ലോ കയറിയിരിക്കാൻ. പത്രോസ് പറഞ്ഞു, നോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ, ചെയ്യല്ലേ എന്നൊക്കെ. നീ ജീവനോടിരിക്കണം, അതെൻ്റെ ആഗ്രഹം. അതിനകത്ത് എന്തെങ്കിലും റോങ് ഇൻറ്റൻഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നോ. അല്ല, ക്രൂശിക്കപ്പെട്ടാൽ പാപികൾ മാനസാന്തരപ്പെടും, അങ്ങനെ പാടില്ല, അതുകൊണ്ടാണോ പറഞ്ഞേ? ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ. എന്ത് ചെയ്യണം? യേശു ജീവനോടിരിക്കണം. എൻ്റെ ആഗ്രഹം തന്നെയല്ലേ, നമ്മുടെ ആഗ്രഹം തന്നെയല്ലേ. മുമ്പേ പോയിടുന്നവർ ഭാഗ്യം ചെയ്തവർന്ന് പാടും നമ്മൾ. എന്നാൽ ആടിനും ബർത്ത്ഡേക്ക് നീ ആദ്യം മരിക്കട്ടെ നമ്മൾ വിഷ് ചെയ്യൂ? ഇല്ല. ഈ ബർത്ത്ഡേ, ജോയലിൻ്റെ ബർത്ത്ഡേ, ഈ ബർത്ത്ഡേയിൽ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ആദരാഞ്ജലികൾ പറയുമോ? നമ്മളില്ല. പാടും. മുമ്പേ പോയിടുന്നവർ. ജോയൽ പാടുമോ? ആ പാട്ടിൻ്റെ വരി അറിയാമോ? 2 വരി ചുമ്മാ ഒന്ന് പാടാമോ? ഞാൻ പാടിക്കഴിഞ്ഞാൽ പാട്ടിന് ലെവലേ പാടിപ്പോവും. ഓക്കെ. ഇന്ന് നമ്മുടെ മാത്സ് ഉണ്ടായിരുന്ന മാത്സ് വർഷിപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ്. അടുത്ത ദിവസം ആട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പിടികിട്ടിയോ? നല്ല മനസ്സാക്ഷി സന്തോഷത്തോടെ പറഞ്ഞതാ. എന്ത്? നിനക്കങ്ങനെ ഭവിക്കരുത്. യേശു പറഞ്ഞ എന്തെന്നറിയോ? യേശു പത്രോസിനെ സാത്താനെന്ന് വിളിച്ചില്ല. നോ, അത് പ്രസംഗിക്കുന്നവരങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന. യേശു പറഞ്ഞത്, സാത്താനെ നീ എന്നെ വിട്ടുപോകും. അടുത്ത വാക്യം പറയാൻ മതിയോ? അല്ലേ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് എടുത്തോ, ഞാൻ ആ റെഫറൻസ് ഒന്ന് നോക്കട്ടെ. മത്തായി 16 23 വാക്യം. തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ നീ എന്നല്ല, അതാ വിഷയം. സാത്താനെ എന്നെ വിട്ടു, ഗെറ്റ് ബിഹൈൻഡ് മീ സാറ്റൻ എന്നാ ഇംഗ്ലീഷിൽ. നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഉണ്ടോ? അടുത്തത്, നീ ദൈവത്തിനുള്ളതല്ല സാത്താനുള്ളത് അത്രയും നല്ലേ പറയണ്ടേ? അവിടെ പറയണ്ടേ എന്തുവാ? നീ ദൈവത്തിനുള്ളതല്ല സാത്താനുള്ളത് അത്രയും നല്ലേ പറയണ്ടേ? പക്ഷെ അവിടെ എന്തുവാ പറഞ്ഞേ? മനുഷ്യർക്കുള്ളത് അത്രേ. എന്ന് പറഞ്ഞ അർത്ഥം എന്ന് അറിയാമോ? വെൻ
human ideas get into a divine plan, it may lead to a satanic agenda. മനസ്സിലുണ്ടോ? നല്ലവനായ പത്രോസ് നല്ല രീതിയിൽ പറഞ്ഞ നല്ലൊരു ഐഡിയ, പക്ഷെ ദൈവിക പദ്ധതിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്തായിട്ട് മാറാം? സാധാന്യമാകും. മുമ്പ് നമ്മൾ പറഞ്ഞ ആ ചിന്തയിലോട്ട് നിർത്താം. ഒരു കൺവെൻഷൻ തന്നെയാണെന്ന് ഇരിക്കട്ടെ, ഒരു കൺവെൻഷൻ നടത്തണ്ടെന്ന് കർത്താവ് പറയുമോ? ഇല്ല. പിന്നെന്തിനാ പൗലോസിനോട് പറഞ്ഞ നീ ഇപ്പോൾ യേശുവിൽ പോയി പ്രസംഗിക്കരുതെന്ന്? എന്തിനാ പൗലോസിനോട് ബെഥുനിയയ്ക്ക് പോകല്ലെന്ന് പറഞ്ഞേ? യേശുവിൻ്റെ ആത്മാവ് അവനെ വിലക്കിയതല്ലേ? അപ്പോൾ അങ്ങനെ വിലക്ക് കിട്ടിയിട്ടിരിക്കുന്ന ഒരു പാസ്റ്ററാണെന്ന് ഇരിക്കട്ടെ, ഇന്നിടത്ത് പോയി ഇന്ന ക്രമീകരണം വെക്കരുത്, പക്ഷെ എന്താണെന്ന് പറയുക, അതിനകത്തൊരു ചർച്ച സ്പിരിറ്റ് ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോബിയർ വന്നിട്ട് പറയുന്നത് നമുക്ക് പാസ്റ്റർ അവിടെ പോയി കൺവെൻഷൻ വെക്കാം. എന്തു ചെയ്യും? സോ അവിടെ ഒരു ടഗ് ഓഫ് വാർ വരും. ഏതാ, ഞാൻ മോബിയർ പറഞ്ഞത് ചെയ്യണോ അതോ തമ്പുരാൻ പറഞ്ഞത് ചെയ്യണോ? പീപ്പിൾ ഓറിയൻറ്റഡ് ചർച്ചും ഉണ്ട്, വിഷൻ ഓറിയൻറ്റഡ് ചർച്ചും ഉണ്ട്. People oriented church will never compromise with people, or will always compromise with people. And vision oriented church will never compromise on the vision. മനസ്സിലാകുന്നുണ്ടോ? പീപ്പിൾ കൊണ്ടാണോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സെറ്റപ്പായിട്ട് പോകും. വിഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ആ വിഷന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. ഇന്നത്തെ ചർച്ചകളിൽ നല്ലതും പീപ്പിൾ ഓറിയൻറ്റഡ് ചർച്ചസാണ്. തെക്കേലെ അച്ചായനും വടക്കേലെ അച്ചായനും പടിഞ്ഞാറ്റയിലെ അമ്മാമ്മയും കിഴക്കേലെ അമ്മാമ്മയും എല്ലാം കൂടെ വരുന്നൊരു സെറ്റപ്പാണ്. ഈ ആഴ്ച നിങ്ങൾ സെക്രട്ടറി ആണ്, അടുത്ത ഞാൻ സെക്രട്ടറി, നിങ്ങൾ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ട്രഷറർ. ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം വേണം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ആർ വി റിയലി കോംപ്രമൈസിങ് ദ വിഷൻ? ആര് ശരിയെന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് ശരിയെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പിള്ളേർ നമ്മളെ വിട്ടുപോകും, യൂത്ത് ചർച്ച വിട്ടുപോകും. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പം. സോ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ആര് പറഞ്ഞു എന്നുള്ളതല്ല, അത് ആരാൽ പറയപ്പെട്ടു എന്നുള്ളതാണ്. പറഞ്ഞ പത്രോസല്ല വിഷയം, പത്രോസിനെ കൊണ്ടിത് പറയിപ്പിച്ചത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ പത്രോസിനെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ പുറകെ നിൽക്കുന്ന സാത്താനോട് എന്നെ വിട്ടുപോകുന്നു പറയുക. ഈ പറയുന്നതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ, അതെ, പറയുന്നതിൻ്റെ അകത്തുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നാളെ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കാം. നാളെ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ സംസാരിക്കാം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഇല്ലാതെ ആര് പറഞ്ഞാലും നല്ലതാണെങ്കിൽ, ആത്മാവിലുള്ളതാണെങ്കിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും തുടരാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ്.